ഇന്ന് അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി കരാർ ഒപ്പിട്ടു, പരസ്പരം കൈമാറി. അദാനിയുടെ CEO, ഞങ്ങളുടെ പോർട്ടിൻ്റെ സെക്രട്ടറി തമ്മിൽ കരാർ ഒപ്പുവെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖർ സാന്നിധ്യത്തിൽ കൈമാറി. പുതിയ കരാറനുസരിച്ച് നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, നമ്മുടെ 2, 3, 4 ഘട്ടങ്ങൾ 2028 കമ്മീഷൻ ചെയ്യാൻ തക്ക രൂപത്തിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ നേട്ടം. മുമ്പുണ്ടായിരുന്ന കരാറനുസരിച്ച് സ്ഥാപിത ശേഷിയുടെ 75% പ്രവർത്തനം പരിശോധിച്ചു. അതല്ലെങ്കിൽ പൊതുവിൽ അന്ന് തീരുമാനിച്ചതനുസരിച്ച് 4 വർഷത്തെ പ്രവർത്തനങ്ങളും നോക്കി ഏതാണ്ട് പഴയ കരാർ അനുസരിച്ചാണെങ്കിൽ 2039 മാത്രമായിരുന്നു നമുക്ക് റിട്ടേൺ ഉണ്ടാവുക. 45 വരെ പോകുമായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് 2028 2, 3, 4 ഘട്ടം കമ്മീഷൻ ചെയ്യുകയും ഒപ്പം നമുക്ക് വരുമാനം 2034 മുതൽ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കരാറിൻ്റെ സവിശേഷത. അത് നമുക്ക് കുറേ കൂടി ആദായകരവും നമുക്ക് ലാഭകരവുമായി മാറുന്നു. 2045 വരെ കാത്തിരിക്കേണ്ടതില്ല. പഴയ കരാറനുസരിച്ച് 2039 വരെ വരുള്ളായിരുന്നു. വളരെ വ്യത്യാസപ്പെട്ടതാണ് ഈ 2 പോർഷൻ എന്നെടുത്ത് ആദ്യമായി സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ നമുക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും ശേഷിയുള്ള സെമി ഓട്ടോമേറ്റ് പോർട്ടായി ഈ പോർട്ട് മാറിക്കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുകയാണ്. അവരുടെ കണക്കനുസരിച്ച് ഇതിൻ്റെ സ്ഥാപിത ശേഷി 45 ലക്ഷം വരെ ഉയരും ഇതിൻ്റെ പൂർണ്ണഘട്ടം നിർമ്മാണം എത്തുമ്പോഴേക്കും. എന്നുവെച്ചാൽ പെർ ഇയർ 45 ലക്ഷം TU ആയിട്ട് ഇതിൻ്റെ സ്ഥാപിത ശേഷി ഉയരും. ഇപ്പോൾ 30 ലക്ഷമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കരാറനുസരിച്ച് പ്രതിപക്ഷം 10 ലക്ഷം കണ്ടെയ്നറായിരുന്നു അതിൻ്റെ സ്ഥാപിത ശേഷി. അപ്പോൾ എത്രയോ വലിയ രൂപത്തിലുള്ള മാറ്റം ഈ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് കൃത്യമായി അത് തിരിച്ചറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് VGF തരേണ്ടത് 815.80 കോടിയാണ്. അത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ചില ഉപാധികൾ ലോണായി അനുവദിക്കാം എന്ന രൂപത്തിലാണ് മറുപടി പറഞ്ഞത്. അതും നമ്മുടെ തിരിച്ചടവിന് വേണ്ടി 12,000 കോടിയോളം വരും. 817.80 കോടി എടുത്താൽ അത് തിരിച്ച് ലോണല്ലാതെ ഗ്രാൻഡായി മാറണം, VGF തരണം എന്ന രൂപത്തിൽ നമ്മൾ കത്തയച്ചിരിക്കുന്നു. ആ കരാർ അനുസരിച്ച് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബാങ്കും അദാനിയും തമ്മിലാണ് അതിൻ്റെ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. ഇവിടെ നിന്ന് പിന്നീട് തിരിച്ചടയ്ക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും മാത്രമായിട്ട് മാറും. അപ്പോൾ ആ ലൈബിലിറ്റി പൂർണ്ണമായി സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുന്നു. ആ ലോൺ എന്നുള്ളത് മാറി നമുക്കത് ഗ്രാൻഡായി വരണം, അത് VGF എന്ന രൂപത്തിൽ വരണം എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ കരാർ അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ട VGF അതിൻ്റെ വീതം കുറഞ്ഞിരിക്കുന്നു. 408.90 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് VGF കൊടുക്കേണ്ടത്. അതിൽ ഇപ്പോൾ നമുക്ക് പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ 365.10 കോടി രൂപ കൊടുത്താൽ മതിയാവും. 365.10 കോടി, 43.80 കോടി രൂപ സംസ്ഥാനത്തിന് കുറവ് ലഭിച്ചു. അതും ഈ രംഗത്ത് പുതിയ കരാറിലെ ആശ്വാസകരമായ കാര്യമുണ്ട്. ഈ 365.10 കോടി രൂപയിൽ 189.90 കോടി രൂപ മാത്രം ഇപ്പോൾ കൊടുത്താൽ മതി. ബാക്കിയുള്ള 175.20 കോടി തുറമുഖത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ശേഷം നമ്മൾ കൊടുത്താൽ മതിയാവും എന്നുള്ളതാണ് പുതിയ കരാറിലെ മറ്റൊരു ഉള്ളടക്കം. അതും ഏറെ ശ്രദ്ധേയമാണ്. ഏതാണ്ട് 10,000 കോടി രൂപയുടെ ചെലവാണ് കരാർ കമ്പനി കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ രംഗത്ത് സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടാവുന്ന വിഹിതങ്ങൾ GST, റോയൽറ്റി, മറ്റ് നികുതികളെല്ലാം ചേർത്ത് സർക്കാരിന് വലിയ വരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഇപ്പോൾ സമയബന്ധിതമായി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്തത് മൂലം ഏതാണ്ട് 30 കോടി രൂപയോളം നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടിയിരുന്നത് അത് നമുക്കിപ്പോൾ കൊടുക്കേണ്ടതില്ല എന്ന കാര്യം ആർബിട്രേഷൻ വിത്ഡ്രോ ചെയ്തപ്പോഴേ തീരുമാനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും നമുക്കതും ഒരു ലാഭമായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. 2034 മുതൽ നമുക്ക് റിട്ടേൺ വന്നു തുടങ്ങും. 1% നമുക്ക് കരാറനുസരിച്ച് ആദ്യം തുടങ്ങുക. 40 വർഷത്തെ കരാർ കാലയളവ് അവസാനിക്കുമ്പോൾ 21% അത് വർദ്ധിക്കും. 2028 ഡിസംബറോടെ ശേഷി വർദ്ധിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ മൊത്ത വരുമാനം 54,750 കോടി രൂപയിൽ നിന്ന് 2,15,000 കോടിയായി വർദ്ധിക്കും. 36 വർഷത്തെ ഇതേ പ്രവർത്തന കാലയളവിൽ വരുമാന വിഹിതം 6,300 കോടി രൂപയിൽ നിന്നും 3,500 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്യും. പിന്നീടുള്ളത് നമ്മൾ പ്രധാനമായി പദ്ധതിയായി ബന്ധപ്പെട്ട റെയിൽവേ, അതുപോലെ തന്നെ നമ്മുടെ NH കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നങ്ങളാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈനായി അത് സംബന്ധിച്ച അവസാന യോഗം ചേരുകയാണ്. റെയിൽവേ ഇപ്പോൾ കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയുള്ള DPR ആണ് കേന്ദ്ര റെയിൽവേ അംഗീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് നിലവിലുള്ള പരാതികൾ കേൾക്കാനും തർക്കങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായ തീരുമാനങ്ങൾ ഇന്നുണ്ടാവും. അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ ക്യാബിനറ്റ് എടുത്ത തീരുമാനം നിങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് കൃത്യമായി നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളിതുവരെ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടിയിരുന്ന 5,595 കോടി രൂപയിൽ നമ്മൾ 2,159.39 കോടി രൂപ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞു. ഇതിനോടകം തന്നെ അദാനിയുടെ വീതം 2,554 കോടിയും കേന്ദ്ര സർക്കാരിൻ്റെത് 817 ആയിരുന്നു. അത് ഇതുവരെ ലഭ്യമായിട്ടില്ല. അതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉള്ളടക്കമാണ്. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 95% പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഡിസംബർ 3 വരെ ഡേറ്റ് ഉണ്ട്. അതിനുള്ളിൽ അത് പൂർണ്ണമാകും. കമ്മീഷൻ ചെയ്യാൻ ഡിസംബർ മാസമോ അല്ലെങ്കിൽ ജനുവരി ആദ്യമോ. അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ യുസിലിൻ്റെ ബോർഡൂടെ കൂടേണ്ടതുണ്ട്. കൂടിയിട്ട് ഡേറ്റ് തീരുമാനിക്കും. ഇവരുമായി കൂടിയാലോചിച്ച്, ദാനിയായി കൂടിയാലോചിച്ച്. അങ്ങനെയാണ് കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യുക.